ആൽമരം പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതിൻ്റെ പിന്നിൽ ആൽ ജിഹാദാണെന്ന് ഒരു സംഘി കോണകം പറയുന്നു. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. ഇതെല്ലാം വിശ്വസിക്കാൻ കേരളത്തിൽ ലക്ഷക്കണക്കിന് സംഘി തീവ്രവാദികൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലുള്ള സംഘി തീവ്രവാദികൾ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ്, നമ്മൾ ഇനി ഇതിലും വലിയ ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ, ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന ആശ്ചര്യത്തോടു കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ്, നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിൻ്റെ പേരാണ് ജിഹാദ് എന്നുള്ളത്.